ഹലോ ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? ഞാനിന്ന് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒന്ന് കണ്ടോക്കി കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. 2 ഉരുളക്കിഴങ്ങും 1 കപ്പ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ റവ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ റവയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ചെറിയ സ്പൂണാണ് കേട്ടോ. പിന്നെ അതേപോലെ 1 ടീസ്പൂണ് ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റവയിൽ അല്പം വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നല്ലതുപോലെ റവ വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഞാനതിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. റവ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ ഉണ്ടാക്കിയെടുക്കണത് അതിനനുസരിച്ചുള്ള ഉരുളക്കിഴങ്ങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ റവ വേവിച്ചതും അവിടെ ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ്, ചെറിയ സ്പൂണാണ്, 1 സ്പൂണിന് ചിക്കൻ മസാലയും പിന്നെ 1/4 ടീസ്പൂണ് പിന്നെ കായം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, ആ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് കൂടുതൽ വേണം കേട്ടോ. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റവ വേവിച്ച് വെച്ചതും ഇതും എല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് നേരെ നമുക്ക് ചപ്പാത്തിൻ്റെയൊക്കെ മാവ് കുഴച്ചെടുക്കണ മാതിരി തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വല്ലാതെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊരിത്തിരി എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യുമൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടി കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നല്ല ചപ്പാത്തി മാവിൻ്റെ മാതിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്കിത് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയെടുക്കണത് അതുപോലെ ചെറിയ ഒരു ബോൾ എടുത്തിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ നീട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാനിത് ഉണ്ടാക്കി നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എപ്പോഴും സമൂസയും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നല്ല പോലെ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതൊരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാനിതാ എല്ലാതും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ നിൽക്കരുത്. ഇളക്കി കൊടുത്താൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എണ്ണ നല്ലതുപോലെ എണ്ണ അതിൻ്റെ ഉള്ളിൽ കുടിക്കൂട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രൂപത്തിലാകും. അപ്പോൾ ഇതുപോലെ എണ്ണ നല്ലോണം ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അല്ലാതെ ഇത് ഇങ്ങനെ ഇട്ട പാടന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നാൽ അത് പൊട്ടിപ്പോവും കേട്ടോ. എണ്ണയിൽ കടന്നിട്ട് ആകെ പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിതിട്ട് കൊടുത്തത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ തോന്നും. അപ്പോൾ അതേമാതിരി തന്നെയാണ് കഴിച്ചാലും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നമുക്ക് നോമ്പറക്കുമ്പോൾ ഒട്ടും എണ്ണ ഉണ്ടാവില്ല കേട്ടോ. ഈ റവ ഉള്ളത് കാരണം എണ്ണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അധികം എരിവും നമ്മൾ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ആ മുളക് ക്രഷ് ചെയ്തത് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇന്ന് നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായല്ലോ, നിങ്ങളവിടെയൊക്കെ ഉണ്ടായോ? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു, മഴയൊക്കെ ഉണ്ടായിരുന്നു? നല്ല ചൂടാണല്ലോ അല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഓരോ മഴയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലേ. പെട്ടെന്ന് അറിയാതെ പെട്ടെന്നാണ് മഴ പെയ്യാട്ട് ചെയ്ത്. ഇവിടെയൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നോമ്പറക്കാനുള്ള വിഭവങ്ങളൊക്കെ ടേബിളിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് നോമ്പറന്ന് ഇതൊക്കെ തിന്നു കേട്ടോ. അപ്പോൾ ഉപ്പാനോട് ഞാൻ പറഞ്ഞു നിങ്ങളിതൊന്ന് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉപ്പ
അതിൽ നിന്ന് എടുത്തിട്ട് കഴിച്ച് നോക്കിയിട്ട് മോനോട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചോ എന്ന് പറയണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അധികം ചേരുവകളൊന്നുമില്ലല്ലോ, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.